നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. തജ്വീദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തജ്വീദ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ ഖുർആൻ പാരായണം നടത്താൻ, ഖുർആൻ ഓതാൻ അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളെന്നും ഖുർആൻ ഓതേണ്ടവരാണ്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റേതായ നിയമങ്ങൾ പാലിക്കണം, അങ്ങനെ മാത്രമേ ഓതാവൂ. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആ നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഒന്നിങ്ങോട്ട് നോക്കൂ. ആ കാണുന്നത് ഏതക്ഷരാണ്? നൂൻ. നൂൻ. ശരിക്കും ശ്രദ്ധിക്കണം. നൂൻ ആണത്. അതിന് ഫത്ഹും ഇല്ല, കസ്റും ഇല്ല, ദമ്മും ഇല്ല. സുക്കൂനായിട്ട് എഴുതിയിട്ടുണ്ടോ? അതുമില്ല. നൂൻ. ഈ കാണുന്നതോ? ഇതാണ് തെൻവീനുകൾ അല്ലേ? തെൻവീനുകൾ. തെൻവീൻ ഫത്ഹ്, തെൻവീൻ കസ്ർ, തെൻവീൻ ദമ്മ്. അതെല്ലാവർക്കും അറിയാലോ? അറിയും. സുക്കൂനുള്ള നൂന് ശരിക്കും കണ്ടില്ലേ? നൂൻ നൂൻ നൂൻ. ഓക്കെ. തെൻവീനും ശരിക്ക് കണ്ടില്ലേ? കണ്ടു. ഇനി ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട്. തെൻവീൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് സുക്കൂനുള്ള ഒരു നൂനാണ്. തെൻവീൻ എന്ന് പറഞ്ഞാൽ അത് സുക്കൂനുള്ള ഒരു നൂനാണ് എന്ന്. തെൻവീന് നൂനാണെന്നോ? അതെ, തെൻവീന് നൂനാണ്. നിങ്ങൾ ഇതൊന്ന് വായിച്ചേ. എന്താ വായിക്കുക? സിറാജുൻ. എന്താണ്? സിറാജുൻ. അവസാനത്തെ അക്ഷരം ഏതാണ്? ജീം. അതിന് തെൻവീൻ ലൊമ്മല്ലേ? ആണ്. ഇനി ഇതൊന്ന് വായിച്ചേ. ഇപ്പോൾ ഇത് വായിച്ചേ. സിറാജുൻ. അതും സിറാജുൻ എന്ന് തന്നെയാണ് വായിക്കുക അല്ലേ? അവിടെ ജീമിന് തെൻവീൻ ഉണ്ടോ? ഇല്ല. ജീമിന് ദമ്മും പിന്നെ ഒരു സുക്കൂനുള്ള നൂനും. ഓക്കെ. വായന എന്താണ്? സിറാജുൻ. രണ്ടും എന്താണ്? സിറാജുൻ. അപ്പോൾ രണ്ടും വായിക്കുന്നത് സിറാജുൻ എന്നാണ്. ഓക്കെ. തെൻവീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സുക്കൂനുള്ള നൂനാണ് എന്ന്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ എന്താണത് അങ്ങനെ എഴുതിയിട്ടുള്ളത്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടെ, ഇപ്പം 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് പഠിക്കും. തെൻവീൻ സുക്കൂനുള്ള നൂൻ എഴുതുന്നതിനു പകരം 2 ലൊമ്മുകൾ, തെൻവീൻ ലൊമ്മ്. ഇനി സിറാജൻ എന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നോക്കൂ, സിറാജൻ. രണ്ടും നോക്കൂ. ഒന്ന് തെൻവീനോട് കൂടെ, ഒന്ന് സുക്കൂനുള്ള നൂൻ എഴുതിയിട്ട് സിറാജൻ. സിറാജിൻ. അതും അങ്ങനെ തന്നെയാണ്, സിറാജിൻ. അപ്പോൾ തെൻവീൻ എന്ന് പറഞ്ഞാൽ കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്ത സുക്കൂനുള്ള നൂനാണ്. മക്കളെ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇന്ന് ഈ ക്ലാസ് ശരിക്ക് ശ്രദ്ധിച്ചാൽ, നോക്കൂ, ഇന്ന് ഈ ക്ലാസ് ശരിക്ക് ശ്രദ്ധിച്ചാൽ ഇനി വരാൻ പോകുന്ന 5 ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കന്നെ വേണ്ട. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ ഉസ്താദ് പറയണത്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചിരുന്നാൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ തജ്വീദിലെ 5 ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ ശ്രദ്ധിക്കൂ ശരിക്ക്. തെൻവീൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ, കലിമത്തുകളുടെ, വേടുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്ത ഉച്ചാരണത്തിൽ വരുന്ന, ഉച്ചാരണം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ, മൊഴിയുമ്പോൾ, ഉച്ചാരണത്തിൽ വരുന്ന സുക്കൂനുള്ള നൂൻ. ഞാൻ ഒന്നുകൂടെ പറയാം. തെൻവീൻ എന്നാൽ കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്ത ഉച്ചാരണത്തിൽ വരുന്ന സുക്കൂനുള്ള നൂൻ.
അതാണ് എന്ത്? നിങ്ങൾക്ക് സിറാജൻ, സിറാജൻ, സിറാജുൻ, സിറാജുൻ, സിറാജിൻ, സിറാജിൻ എന്ന് വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ആയി. ഇനി എന്നെ നോക്കൂ, എന്നെ ഇപ്പം നമ്മൾ നൂൻ കണ്ടു, തൻവീനുകൾ കണ്ടു, രണ്ടും കണ്ടില്ലേ? തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായി. ശരിക്കും അതൊരു സുക്കൂനുള്ള നൂനാണ്, പക്ഷേ എഴുത്തിൽ നൂനായിട്ടല്ല എഴുതുക. ഇനി ശ്രദ്ധിക്കണേ, ഈ നൂൻ അതുപോലെ തൻവീൻ ഇത് പ്രത്യേകം നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ കാരണം എന്നറിയോ? ഈ സുക്കൂനുള്ള ഫത്ഹും കസ്റും ദമ്മും ഉള്ള നൂനിനെ കുറിച്ചല്ല പറയുന്നത്. സുക്കൂനുള്ള നൂൻ അതുപോലെ തൻവീൻ ഇതിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് ഇങ്ങോട്ട് മോളു ഇങ്ങോട്ട് നോക്കൂ. സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനാണേ, മറക്കരുതേ. ഈ നൂനിൻ്റെ അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് ഈ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശബ്ദം ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറുതല്ല ചിലപ്പോൾ വലിയ തന്നെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, 5 കലിമത്തുകളുണ്ട് ഇവിടെ അല്ലേ? 5 എണ്ണം. എന്താണ് ആദ്യത്തേത്? വായിക്കുക, വായിച്ചോളൂ. മൻ ആമന, മൻ ആമന. രണ്ടാമത്തേതോ? മിമ്മാഇൻ, ഉറക്കെ വായിക്കൂ. യെസ്. മൂന്നാമത്തേതോ? മിർറബ്ബിഹിം, മിർറബ്ബിഹിം. നാലാമത്തേതോ? അംബിഹും. എങ്ങനെ? അംബിഹും. ശരി. അഞ്ചാമത്തേതോ? ഫമൻ സഖുലത്, ഫമൻ സഖുലത്. ഓക്കെ, 5 എണ്ണം നമ്മളിപ്പോൾ വായിച്ചല്ലോ. നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ് ഈ 5 എണ്ണം. ഒന്നാമത്തേത് നോക്കൂ, മൻ ആമന. ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കൂ, മൻ സുക്കൂനുള്ള നൂനില്ലേ? ഇല്ലേ? ഉണ്ട്. ആ സുക്കൂനുള്ള നൂനിന് ശേഷം ഉള്ള അക്ഷരം ഏതാണ്? ഹംസ് അല്ലേ? ആമനയിലെ ആ. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം അ വന്നപ്പോൾ അഥവാ ഹംസ് വന്നപ്പോൾ ആ നൂനിനെ ക്ലിയറായി വ്യക്തമായിട്ട് ശരിക്ക് പറയണം. ശരിക്ക് എന്ന് പറഞ്ഞാൽ ആ നൂൻ ശരിക്ക് കേൾക്കുന്ന രൂപത്തിൽ മൻ ആമന. എങ്ങനെ പറയണം? മൻ ആമന. എന്താ നൂനിനെ അങ്ങനെ കൃത്യമായിട്ട് വെളിവാക്കി വ്യക്തമാക്കി പറയാനുള്ള കാരണം? നൂനിന് ശേഷമുള്ള അക്ഷരം അ ആണ്, ഹംസാണ്. അതുകൊണ്ട് എങ്ങനെ പറയണം? മൻ ആമന, മൻ ആമന. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ ഉദാഹരണം നിങ്ങൾ നോക്കൂ. എന്താണത്? വായിക്കൂ. മിമ്മാഇൻ. അവിടെയും സുക്കൂനുള്ള നൂനുണ്ട്. സുക്കൂൻ എഴുതിയിട്ടില്ലല്ലേ? ഇങ്ങ് നോക്കൂ, ഫത്ഹും കസ്റും ലമ്മും ഇല്ലേ? എന്നാൽ അത് സുക്കൂനുള്ള നൂനാണ്. ചിലപ്പോൾ സുക്കൂൻ എഴുതും, ചിലപ്പോൾ സുക്കൂൻ എഴുതൂല. എഴുതട്ടെ എഴുതാതിരിക്കട്ടെ. ഫത്ഹാണെങ്കിൽ ഏതായാലും എഴുതും, കസ്റാണെങ്കിലും എഴുതും, ലമ്മാണെങ്കിലും എഴുതും. ഇത് മൂന്നും അല്ലെങ്കിൽ ചിലപ്പോൾ സുക്കൂൻ എഴുതും, ചിലപ്പോൾ സുക്കൂൻ എഴുതൂല. എഴുതട്ടെ എഴുതാതിരിക്കട്ടെ, നമുക്കതൊരു വിഷയമല്ല. ഫത്ഹല്ലല്ലോ, കസ്റല്ലല്ലോ, ലമ്മല്ലല്ലോ, അല്ല. പിന്നെന്താ? ഒന്നുമില്ല. അതാണ് സുക്കൂൻ, 0. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോൾ എഴുതൂല, ചിലപ്പോൾ എഴുതും. ആദ്യത്തെ ഇടത്ത് മൻ ആമന എന്ന് പറഞ്ഞിടത്ത് എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ. രണ്ടാമത്തെ എഴുതിയിട്ടില്ല. നൂനിൻ്റെ ഹർക്കത്ത് എന്താണ്? ഫത്ഹാണോ? അല്ല. കസ്റാണോ? അല്ല. ദമ്മാണോ? അല്ല. പിന്നെന്താ? ഒന്നുമില്ല. അതാണ് സുക്കൂൻ. ഈ സുക്കൂനുള്ള നൂനിന് ശേഷം ഏതക്ഷരം? മീം വന്നു. ഏതക്ഷരം? മീം. അപ്പോഴേ എങ്ങനെ വായിക്കേണ്ടതെന്നറിയോ? മിം ഇൻ എന്നാ വായിക്കുക, അല്ലാതെ മിൻ മാ ഇൻ എന്നല്ല. എന്താണ്? ഇങ്ങോട്ടെല്ലാവരും ശ്രദ്ധിക്കണില്ലേ? നോക്കൂ
സുക്കൂനുള്ള നൂനിന് ശേഷം ആ വന്നപ്പോൾ ആ നൂനിന് ശരിക്ക് കേൾക്കുന്ന രൂപത്തിൽ വായിച്ചു. മൻ ആമന. ശരി, സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നപ്പോൾ എങ്ങനെ വായിച്ചു? മിമ്മാ ഇൻ എന്നാ വായിച്ചത്, അല്ലാതെ മിൻ മാ ഇൻ എന്നല്ല. നൂന് ശരിക്ക് കേട്ടിട്ടില്ല. നൂനിൻ്റെ സുക്കൂനൊക്കെ കേട്ടോ നിങ്ങൾ? മിൻ എന്നാ പറഞ്ഞത്? അല്ലല്ലോ, അല്ല. മിമ്മ ഇൻ എന്നാ പറഞ്ഞത്? പോരാ, മിമ്മ ഇൻ എന്ന് പറയണം. ഇപ്പൊ മനസ്സിലായോ? നൂനിന് ശേഷം ഹംസ വന്നപ്പോൾ ഉള്ളതുപോലെയല്ല, അല്ല. നൂനിന് ശേഷം മീമ് വന്നപ്പോൾ നൂനിൻ്റെ ശബ്ദം. അടുത്ത ഉദാഹരണം നോക്കൂ. എന്താ എഴുതിയത്? മിൻ റബ്ബിഹിം. വായിച്ചത് എങ്ങനെയാ? മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. അവിടെ എന്താ പ്രത്യേകത? സുക്കൂനുള്ള നൂനിന് ശേഷം റായാണ് വന്നത്. റാ വന്നപ്പോൾ മിൻ റബ്ബിഹിം എന്നല്ല വായിച്ചത്, എന്നാ മിർ റബ്ബിഹിം എന്നാ വായിച്ചത്. അതുമല്ല, പിന്നെ മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. അപ്പം ഇനി ഒന്ന് നോക്കൂ. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നപ്പോൾ മൻ ആമന പറഞ്ഞു. അതേപോലെയാണോ നൂനിന് ശേഷം മീമ് വന്നപ്പോൾ പറഞ്ഞത്? അല്ല. അതേപോലെയാണോ നൂനിന് ശേഷം റാ വന്നപ്പോൾ പറഞ്ഞത്? അല്ല. അപ്പം നൂനിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് നൂനിൻ്റെ ശബ്ദത്തിൽ, ഉച്ചാരണത്തിലൊക്കെ ചില മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അടുത്ത ഉദാഹരണം നോക്കാം നമുക്ക്. എന്താ വായിക്കുക? അൻ ബി ഹും. എന്ത്? അൻ ബി ഹും എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്, അല്ലേ? എന്നാലേ വായിക്കുന്നത് എങ്ങനെ അറിയോ? അംബിഹും, അംബിഹും. ആ നൂനിനെ തന്നെ നമ്മൾ ഡിലീറ്റ് ആക്കി, എന്നിട്ട് അതിന് പകരം ഒരു മീം പറഞ്ഞു. അൻബി എഴുതി, വായിച്ചത് അംബി. അമ്പിളി എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ അംബിഹും. അംബിഹും പോരാ, അംബിഹും. നൂനിന് ശേഷം ബാ വന്നപ്പോൾ, ഏത് വന്നപ്പോൾ? ബാ വന്നപ്പോൾ ആ നൂനിനെ കളഞ്ഞ് പകരം ഏതക്ഷരമാക്കി? മീമാക്കി. ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ പോരാം. സുക്കൂനുള്ള നൂനിന് ശേഷം ആ വന്നപ്പോൾ നൂനിനെ ശരിക്ക് കേൾക്കുന്ന രൂപത്തിൽ വ്യക്തമാക്കിയിട്ട് ഉച്ചരിച്ചു. പറഞ്ഞില്ലേ? പറഞ്ഞു. നൂനിന് ശേഷം മീമ് വന്നപ്പോഴോ ആ നൂനിനെ മീമിലേക്ക് ചേർത്തി മിമ്മഇൻ പറഞ്ഞു. ശബ്ദ ഉണ്ടായി, മിമ്മഇൻ പറഞ്ഞു. മിൻമഇൻ പറഞ്ഞില്ല. ഓക്കെ. നൂനിന് ശേഷം റാ വന്നപ്പോഴോ മിർ റബ്ബിഹിം എന്നാ പറഞ്ഞത്. മിൻ റബ്ബിഹിം എന്നാണോ? അല്ല. മിർ റബ്ബിഹിം എന്നാണോ? അതുമല്ല. മിർ റബ്ബിഹിം. നൂനിന് ശേഷം ബാ വന്നപ്പോഴോ? ബാ വന്നപ്പോൾ ആ നൂനിനെ തന്നെ കളഞ്ഞു, ഒഴിവാക്കി. എന്നിട്ട് അതിന് പകരം മീം കൊണ്ടുവന്നു. എഴുത്തിൽ നൂനാണ് കാണുക. എ എ എ എ ഇങ്ങോട്ട് എഴുത്തിൽ നൂനാണ് കാണുക. പറച്ചിലിൽ, ഉച്ചാരണത്തിൽ എന്താ ഉണ്ടാവുക? മീം. അംബിഹും. മനസ്സിലാവുണ്ടോ? അപ്പം നൂനിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചിട്ട് ഉച്ചാരണത്തിൽ, സംസാരത്തിൽ, ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ. അഞ്ചാമത്തതോ? ഫമൻ സഖുലത്. ഫമൻ സഖുലത്. നൂനിന് ശേഷം സാ വന്നു. സാ വന്നപ്പോൾ ഫമൻ സഖുലത്. ഫമൻ എന്നാ പറഞ്ഞത്? അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. ഫമൻ സഖുലത് അങ്ങനെയും പറയാൻ പറ്റൂല. ഫമൻ സഖുലത്, ഫമൻ സഖുലത്. അവിടെ ആ ശബ്ദത്തിന് ചെറിയൊരു കണ്ടില്ലേ? അല്ല, കേട്ടില്ലേ? കേട്ടു. ഫമൻ സഖുലത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സുക്കൂനുള്ള നൂനിനു ശേഷം
ആരോ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ, സുക്കൂനുള്ള ഇങ്ങോട്ട് സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ് വന്നപ്പോഴും മീം വന്നപ്പോഴും റാ വന്നപ്പോഴും ബ വന്നപ്പോഴും സ വന്നപ്പോഴും ശബ്ദത്തിൽ ഉച്ചാരണത്തിൽ മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി എന്നാ കേൾക്കണോ? നിങ്ങൾക്ക് തൻവീനും ഇതുപോലെ തന്നെയാണ്. നോക്കൂ തൻവീനിൻ്റെ ഉദാഹരണങ്ങൾ. ഒന്നാമത്തത് റസൂലുൻ അമീൻ. റസൂലുൻ തൻവീനിന് ശേഷം അമീൻ ഹംസ വന്നു. അപ്പോൾ തൻവീൻ ശരിക്ക് കേൾക്കണം. റസൂലുൻ അമീൻ. പറയാൻ പറ്റുമോ? ഇല്ല, തെറ്റി. റസൂലുൻ അമീൻ എന്ന് പറയണം. രണ്ടാമത്തെ ഉദാഹരണോ ഖൗലുൻ മഅറൂഫ്. ഖൗലുൻ ലാമിന് തൻവീൻ കണ്ടില്ലേ? തൻവീനു ശേഷം മീം വന്നില്ലേ? അപ്പോഴോ ഖൗലുൻ മഅറൂഫാണോ? അല്ല. ഖൗലുൻ മഅറൂഫാണോ? അതുമല്ല. പിന്നെയോ ഖൗലുൻ മഅറൂഫ് പറയണം. അടുത്ത ഉദാഹരണോ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ ദാലിൻ്റെ തൻവീൻ കണ്ടില്ലേ? അതിനുശേഷം റാ കണ്ടില്ലേ? അപ്പോൾ മുഹമ്മദുൻ റസൂലു അങ്ങനെയാണോ? അല്ല. പിന്നെയോ മുഹമ്മദുർ റസൂലു അങ്ങനെയാണോ? അങ്ങനെയല്ല. പിന്നെയോ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ശരി. അടുത്തതോ മശ്ശാഇൻ ബിനമീം. മശ്ശാഇൻ ഹംസക്ക് തൻവീനില്ലേ? ഇൻ അതിനുശേഷം ബി വന്നില്ലേ? ബി ബ. അപ്പോൾ മശ്ശാഇൻ ബിനമീം അല്ലാതെ മശ്ശാഇൻ ബി ആണോ? അല്ല. മശ്ശാഇൻ ബിനമീം. അടുത്തതോ ഖൗലൻ സഖീല. ഖൗലൻ ലാമിൻ്റെ തൻവീൻ കണ്ടില്ലേ? കണ്ടു. അതിനുശേഷം സ വന്നപ്പോൾ എങ്ങനെ ഓതി? ഖൗലൻ സഖീല. ഖൗലൻ സഖീല പറ്റുമോ? ഇല്ല. ഖൗലൻ സഖീല പറ്റുമോ? ഇല്ല. പിന്നെയോ ഖൗലൻ സഖീല. ഇപ്പോഴേ ഒന്ന് ശ്വാസം വിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ആ വന്നപ്പോഴുള്ളതുപോലെയല്ല മാ വന്നപ്പോഴുള്ളതുപോലെയല്ല റാ വന്നപ്പോഴുള്ളതുപോലെയല്ല ബാ വന്നപ്പോഴുള്ളതുപോലെയല്ല സ വന്നപ്പോൾ. ശബ്ദങ്ങൾക്ക് മാറ്റങ്ങളില്ലേ? മൻ ആമന മിമ്മാഇൻ മിർ റബ്ബിഹിം അംബിഹും ഫമൻ സഖുലത്. ബോധ്യമായല്ലോ നിങ്ങൾക്ക്? നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഈ അക്ഷരങ്ങളൊക്കെ വന്നപ്പോൾ ഉച്ചാരണത്തിൽ സംസാരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബോധ്യമായോ? മനസ്സിലായോ? ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. നിങ്ങൾ നല്ല കുട്ടികളല്ലേ? ഒന്നുകൂടെ ശ്രദ്ധിക്കൂലേ? ഓക്കെ. നിങ്ങൾ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ഉദാഹരണത്തിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കോളൂ. ആ ഒന്നാമത്തെ കോളം മൻ ആമന എന്ന് പറഞ്ഞ നൂനിന് ശേഷം ആ വന്നപ്പോൾ ആ നൂനിനെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിച്ചു. നൂന് ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഉച്ചരിച്ചു. അതിന് ഇൽഹാർ എന്നാ പറയാ. ഇൽഹാർ സുക്കൂനുള്ള നൂനിന് ശേഷം ആ വന്നപ്പോൾ ഇൽഹാർ ചെയ്തു. വിശദമായി ഇതേക്കുറിച്ച് നമ്മൾ അടുത്ത പാഠങ്ങളിലൊക്കെ പഠിക്കും. ഇപ്പം നമ്മൾ ഇത്രയേ പഠിക്കുന്നുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായാൽ മതി. ഏത്? നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഇങ്ങനെ അക്ഷരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ശബ്ദത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ ജസ്റ്റ് പേരും അതിലൊരു പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നൂനിന് ശേഷം ഹംസ വന്നപ്പോൾ നൂൻ വ്യക്തമായി കേൾക്കുന്ന രൂപത്തിൽ ഉച്ചരിച്ചു പറഞ്ഞു. അതിന് ഇൽഹാർ എന്ന് പറയുന്നു. രണ്ടാമത്തേതോ സുക്കൂനുള്ള നൂനിന് ശേഷം മീം വന്നപ്പോൾ
ആ നൂനിനെ മീമിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് മണിച്ച് ഉച്ചരിച്ചു. മിമ്മാഇൻ എന്ന് പറഞ്ഞു. അതിന് ഇദ്ഗാമും ബിഗുന്നഹ് എന്ന് പറയുന്നു. നൂനിനെ മീമിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് പ്ലസ് മണിച്ച് ഉച്ചരിച്ചു, ഉന്നത്ത് ചെയ്ത് ഉച്ചരിച്ചു. മിമ്മാഇൻ അല്ല, മിമ്മാഇൻ. നൂനിന് ശേഷം റാ വന്നപ്പോൾ നൂനിനെ റായിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഉന്നത്ത് ചെയ്യാതെ മണിക്കാതെ ഉച്ചരിച്ചു. ഒന്നുകൂടി പറയാം. നൂനിന് ശേഷം റാ വന്നപ്പോൾ നൂനിനെ റായിലേക്ക് ചേർത്തു ഷദ് ചെയ്തു. മിർറബ്ബിഹിം കണ്ടോ, നൂനിനെ റായിലേക്ക് ചേർത്തു ഷദ് ചെയ്തു. പക്ഷേ മിർറബ്ബിഹിം പറഞ്ഞോ? ഇല്ല. മിർറബ്ബിഹിം പറ്റൂല. മിർറബ്ബിഹിം നൂനിനെ റായിലേക്ക് ചേർത്തു. അപ്പോൾ അതിന് ഇദ്ഗാമും ബിലാ ഗുന്നഹ് എന്ന് പറയും. ഇദ്ഗാമും ബിലാ ഗുന്നഹ്. പേരുകൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ വിശദമായിട്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കും. നൂനിന് ശേഷം ബാ വന്നപ്പോഴോ നൂനിനെ തൽക്കാലം ഒഴിവാക്കിയിട്ട് പകരം മീം കൊണ്ടുവന്നു ഉച്ചാരണത്തിൽ, പറച്ചിലിൽ. നൂനിനെ ഒഴിവാക്കി, എന്നിട്ടോ മീം കൊണ്ടുവന്നു. എന്നിട്ട് അൻബിഹും എന്നത് അംബിഹും എന്നാക്കി. അതിന് ഇഖ്ലാബ് എന്ന് പറയും. ഇഖ്ലാബ് പേരതാണ്. വിശദമായി പിന്നെ പഠിക്കാം. നൂനിന് ശേഷം സാ വന്നപ്പോൾ അവിടെ ഫമൻ സഖുലത് എന്ന് പറഞ്ഞു, ഉന്നത്ത് ചെയ്തു അഥവാ മണിച്ചു. പ്ലസ് ഫമൻ സഖുലത് എന്ന ആ സുക്കൂനുള്ള നൂനിനെ തൽക്കാലം ചെറുതായിട്ടൊന്ന് മറവിൽപ്പെടുത്തി, ഒന്ന് മറച്ചു. ഫമൻ സഖുലത് ആ നൂനിന് ചെറിയൊരു മറ. ഓക്കെ, ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ ഇനി ഉദാഹരണ സഹിതം പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഈ 5 പേരുകൾ, 1 ഇൽഹാർ, 2 ഇദ്ഗാമും ബിഗുന്നഹ്, 3 ഇദ്ഗാമും ബിലാ ഗുന്നഹ്, 4 ഇഖ്ലാബ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഫമൻ സഖുലത്തില്ലേ, മറച്ചു മണിച്ചു, അതിന് ഇഖ്ഫാ എന്നും പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് വിഷയം മനസ്സിലായി. ഇനി ഇതിൻ്റെ പേരും ഇത് പറഞ്ഞാൽ എന്താണ് എന്നും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കിതാബിലാണ് വായിച്ചാൽ വേഗം മനസ്സിലായി. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ. ഓക്കെ, എല്ലാവരും കിതാബ് എടുത്തോളൂ. ഞാനൊന്ന് വായിക്കാം. എല്ലാവരും കിതാബിലേക്ക് നോക്കണം. അദ്ദർസുർ റാബിഉ, 4ാമത്തെ പാഠം. അഹ്കാമുൻ നൂനി സാക്കിനതി വത്തൻവീനി, സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ഹുക്കുമുകൾ, വിധികൾ. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ വായിച്ചോളൂ. മൻ ആമന, ഒരുമിച്ച്. റസൂലുൻ അമീൻ, മിമ്മാഇൻ, ഖൗലുൻ മഅറൂഫ്, മിർ റബ്ബിഹിം, മുഹമ്മദുർ റസൂലുള്ളാഹ്, അംബിഹും, മശ്ശാഇം ബിനമീം, ഫമൻ സഖുലത് ഖൗലൻ സഖീല. പട്ടികയിലെ ഉദാഹരണങ്ങളിൽ 1ാം കോളത്തിൽ ആദ്യത്തെ പദങ്ങളിൽ സാക്കിനായ നൂനും 2ാം കോളത്തിലെ ആദ്യ പദങ്ങളിൽ തൻവീനും ഉണ്ട്. ഇല്ലേ? നമ്മൾ പറഞ്ഞില്ലേ 2 കോളം. 1ാം കോളത്തിൽ സുക്കൂനുള്ള നൂനുകൾ കണ്ടില്ലേ? 2ാം കോളത്തിൽ തൻവീനുകൾ കാണുന്നില്ലേ? ഉണ്ട്. ഇനി നിങ്ങൾ ടെക്സ്റ്റിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ, കിതാബിലേക്കാണ് നോക്കേണ്ടത്. അവയുടെ ഉച്ചാരണങ്ങളിലെ വ്യത്യാസം ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഉച്ചാരണങ്ങളിലെ വ്യത്യാസം? ഓക്കെ. 1ാമത്തെ വരിയിലെ സാക്കിനായ നൂനും, എത്രാമത്തെ വരിയിലെ? 1ാമത്തെ വരിയിലെ സാക്കിനായ നൂനും തൻവീനും നാം വെളിവാക്കിയാണ് ഉച്ചരിച്ചത്. മൻ ആമന എന്ന് പറഞ്ഞിടത്തും റസൂലുൻ അമീൻ എന്ന് പറഞ്ഞിടത്തും നൂനിനെയും തൻവീനെയും വെളിവാക്കി വ്യക്തമാക്കിയാണ് ഉച്ചരിച്ചത്. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. 2ാം വരിയിലേത് നോക്കൂ 2ാം വരിയിലേത് ശേഷമുള്ള മീമിൽ ചേർത്തു മണിച്ചാണ് നാം ഓതിയത്. 2ാം വരി ഏതാ? മിമ്മാഇൻ ഖൗലുൻ മഅറൂഫ്. എന്താ ചെയ്തത്? മീമിൽ ചേർത്ത് മണിച്ചാണ് നാം ഓതിയത്.
ഇതാണ് ഇദ്ഗാമും ബിഗുന്നഹ്. മൂന്നാം വരിയിലുള്ളത് ശേഷമുള്ള റായിൽ ചേർത്തു മണിക്കാതെയാണ് നാം പാരായണം ചെയ്തത്. മൂന്നാം വരി ഏതാ? മിർ റബ്ബിഹിം മുഹമ്മദുർ റസൂലുള്ളാഹ്. റായിലേക്ക് ചേർത്തു, മണിച്ചോ ഇല്ല. ഇതിന് ഇദ്ഗാമും ബിലാ ഗുന്നഹ് എന്നാണ് പറയുക. നാലാമത്തെ ഉദാഹരണങ്ങളിൽ മീമാക്കി മറിച്ചു മണിച്ചാണ് ഓതിയത്. നാലാമത്തെ ഉദാഹരണങ്ങൾ ഏതാണ്? അംബിഹും മശ്ശാഇം ബിനമീം. അംബിഹും എന്ന് പറഞ്ഞെടുത്ത് നൂനിനെയും മശ്ശാഇം ബിനമീം എന്ന് പറഞ്ഞെടുത്ത് മശ്ശാഇൻ എന്ന തെൻവീനിനെയും മീമാക്കി ചേഞ്ച് ചെയ്തു. തെൻവീനാകുന്ന നൂനിനെ എന്ത് ചെയ്തു? മാറ്റിമറിച്ചു. എന്താക്കി മറിച്ചു? മീമാക്കി മറിച്ചു. അഥവാ തെൻവീൻ ഒഴിവാക്കി മീമാക്കി എന്നർത്ഥം. തെൻവീൻ ഒഴിവാക്കിയിട്ടതിനെ മീമാക്കിയിട്ട് ഉച്ചരിച്ചു, പ്ലസ് മണിക്കുകയും ചെയ്തു. ഇതാണ് ഇഖ്ലാബ്. അവസാനത്തേതിൽ മറച്ചു മണിച്ചാണ് ഉച്ചരിച്ചത്. ഫമൻ സഖുലത് ഖൗലൻ സഖീല. രണ്ടിടത്തും സുക്കൂനുള്ള നൂനിനെ മറച്ചു മണിച്ചു ഉച്ചരിച്ചു. ഇതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. ഇപ്രകാരം സാക്കിനായ നൂനിനും തെൻവീനിനും 5 വിധികളുണ്ട്. സാക്കിനായ നൂനിനും തെൻവീനിനും 5 വിധികളുണ്ട്. അവ ഇൽഹാർ, ഇദ്ഗാമും ബിഗുന്നഹ്, ഇദ്ഗാമും ബിലാ ഗുന്നഹ്, ഇഖ്ലാബ്, ഇഖ്ഫാ എന്നിവയാണ്. നൂനിൻ ഹുക്മുകൾ 5ആണ്. തെൻവീനിനും ഈ വിധിയാണ്. ഇൽഹാറും ഇദ്ഗാമുകളും ഇഖ്ലാബും ഇഖ്ഫാ ഇവയാണ്. നൂനിൻ വിധികൾ 5ആണ്. തെൻവീനിനും ഈ വിധിയാണ്. ഇൽഹാറും ഇദ്ഗാമുകളും ഇഖ്ലാബും ഇഖ്ഫാ ഇവയാണ്. 5 ഒന്ന് ഇൽഹാർ, 2 ഇദ്ഗാമുകൾ, 1 ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലാസ് കുറച്ച് നീളം കൂടിയിട്ടുണ്ട് സമയം. എന്നാലും നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായി ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് നമുക്ക് ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇനി വരാൻ പോകുന്ന 5 പാഠങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്നുള്ളൂ ഇൻഷാ അല്ലാഹ് എന്നാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് കേൾക്കൂലേ? 1 2 വട്ടം പോരാ കേട്ടോ, 3 4 5 വട്ടം ഈ ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.